പിന്നീട് അവരോട് ചോദിച്ചു കഴിഞ്ഞിട്ട് അവരൊന്നും റിപ്ലൈ തന്നില്ല. ഞാൻ എന്നിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞു നോക്കി, ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു നോക്കി. അപ്പം റിപ്ലൈയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് അവർ ആ ഒരു ഐഡിയ ഒന്നും കൂടെ എടുത്ത് നോക്കണമെന്ന് തോന്നി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേനും വീണ്ടും ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പം അതിന് താഴെ പിന്നീട് ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടു. ഒരു 500-ഓളം കമൻറ്റ്സ് പല വീഡിയോയുടെയും താഴെയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഫേക്കാണ്, നിങ്ങൾ ഒരിക്കലും ഇത് മേടിക്കരുത്, പൈസ പോവും, പൈസ അങ്ങനെയാണ്, പൈസ തിരിച്ച് കിട്ടത്തില്ല, ഓർഡർ എടുത്തിട്ട് പറ്റിച്ചു. ആ ഒരു ഡ്രസ്സ് തന്നെ 1000 സംതിങ് രൂപയ്ക്ക് അവർ ഇട്ടിട്ടുള്ളത് ഞാൻ കണ്ടു. അപ്പം എന്നെപ്പോലെ ആ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 250 പകരം 1000 സംതിങ് രൂപയ്ക്കും ആ ഒരു ഡ്രസ്സ് വാങ്ങിക്കാം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവർ ഒരാൾക്ക് പോലും ഇപ്പം ഒരു 100 പേരുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്ത് ഒരു 50 പേർക്ക് ഡ്രസ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ വേണ്ടില്ല, ഇവർ ആ 100 പേരുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്ത് അവരുടെ പൈസയും മേടിച്ചിട്ട് ആ 100 പേർക്ക് ഇവർ ഡ്രസ്സ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള കാര്യം. അപ്പം അത്രയും കമൻസിൽ നിന്ന് എനിക്ക് ആർക്കും ഇതുവരെയും ഡ്രസ്സ് കിട്ടിയതായിട്ട് എനിക്കറിയത്തില്ല. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നേക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുകാരെ എന്നെ പറ്റിച്ചു, എൻ്റെ കുറച്ച് പൈസയൊക്കെ അടിച്ചെടുത്തു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ കാരണം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കെതിരെ ഞാനൊരു വീഡിയോ ചെയ്യുമെന്ന്. അതുകൊണ്ടും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഓൺലൈൻ വഴി നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതേപോലെ അങ്ങനെയുള്ള മീഷോ അങ്ങനെയുള്ളിടത്തുനിന്നെല്ലാം നമ്മൾ ഡ്രസ്സ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നവരാണല്ലേ. ഇപ്പം മിക്ക ആൾക്കാരും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഞാൻ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുവാണെങ്കിൽ ഈ ഒരു വീഡിയോ കുറച്ചേറെ പേരിലോട്ട് എത്തും. അപ്പോൾ അവർക്ക് ഈ ഒരു അബദ്ധം പറ്റാതെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഞാൻ പൊതുവേ വാട്സപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നീട് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് ഞാൻ യൂട്യൂബും അത്യാവശ്യം നന്നായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിലെ വീഡിയോസ് ഇടുക, യൂട്യൂബിലെ വീഡിയോസ് കാണുക, അതിൽ നിന്നുള്ള ഷോർട്സ് കാണുക, അതൊക്കെ മാത്രമേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളൂ. അതേപോലെ ഞാൻ ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ആളൊന്നും അല്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാനിങ്ങനെ ഫ്ലിപ്കാർട്ട്, ആമസോൺ വഴിയൊന്നും വാങ്ങിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒന്നും ഒരുപാട് ഉപയോഗിക്കത്തില്ല. രണ്ടിലും എനിക്ക് അക്കൗണ്ടൊക്കെ ഉണ്ട്. ഫേസ്ബുക്കിലെ അക്കൗണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ അതിൽ ആക്റ്റീവ് ഒന്നും അല്ല. ഞാൻ അതിലൊരു പോസ്റ്റ് പോലും അങ്ങനെ ഇടാറില്ല. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുത്തത് ഈയിടെയാണ്. ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ യൂട്യൂബ് ചാനലുള്ള എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അക്കൗണ്ട് ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ ഞാൻ എടുത്തതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഓരോരുത്തർ ഓരോ ഡൗട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ID ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കരുതല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം ഈയിടെയായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കാണാൻ തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിലെ ഓരോ റീൽസ് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കാണുമായിരുന്നു. അപ്പം ഇപ്പോഴല്ല, ഈയിടെയായിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പം ഞാനിങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഓൺലൈനായിട്ട് ഡ്രസ്സ് സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പിനെ പറ്റി കണ്ടത്. ഈ ഷോപ്പിൻ്റെ പേര് ശാസ്ത എന്നാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പം നിങ്ങളിങ്ങനെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് കണ്ടിട്ടുണ്ടോ എന്നുള്ളതും ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം ഞാനിങ്ങനെ കണ്ടു നോക്കിയപ്പം മലയാളത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസിൻ്റെ കാര്യങ്ങൾ, ഞാൻ കൊടുത്തിട്ടുള്ള പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, വാട്സപ്പ് ചാറ്റ്, അതെല്ലാം ഞാൻ ഈ സൈഡിൽ കാണിച്ചേക്കാവേ. അപ്പോൾ ഈ വീഡിയോയ്ക്കിടയിൽ കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഒരു ഫോണേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പം ഞാനിങ്ങനെ അവരുടെ വീഡിയോ കണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവരുടെ വീഡിയോ എന്താ കണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിലാണ് അവരുടെ വീഡിയോയും കാര്യങ്ങളും. അപ്പം 3 ദിവസത്തിനകം ഞങ്ങൾ ഡെലിവറിയൊക്കെ ചെയ്യും. 250 രൂപ മാത്രമേ ഉള്ളൂ. 250 രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് എന്നല്ല, 250 രൂപ മാത്രമേ ഉള്ളൂ ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തി പാൻറ്റും ഷോളും അതേപോലെ ടോപ്പും സഹിതം 250 രൂപയേ ഉള്ളൂ എന്ന്. അപ്പം അങ്ങനെ കണ്ടു. ഞാൻ നോക്കുമ്പോൾ കമൻസും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഒരുപാട് കമൻസൊന്നും ഞാൻ കണ്ടൊന്നുമില്ല. ആ ഒരൊറ്റ വീഡിയോ മാത്രമേ അവരുടെ ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു. എനിക്ക് ആ ഒരു കുർത്തി ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഓർത്തു എന്നാൽ വാട്സപ്പിൽ ഇവരോട് നേരിട്ട് ചോദിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ചോദിച്ചപ്പം ഇംഗ്ലീഷോ ഹിന്ദിയോ എന്തെങ്കിലും വേണം സംസാരിക്കാമെന്ന് ഇവർ പറഞ്ഞു. അപ്പം ഞാൻ അത്യാവശ്യം എനിക്കറിയാവുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ അവരോട് ഞാൻ എൻ്റെ എമൗണ്ടും കാര്യങ്ങളും എവിടെ നിന്നാണ് സെയിൽ ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഓർഡർ കൊടുത്തത്. അപ്പം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നാണ്, അതേപോലെ 250 രൂപ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം ഞാൻ 250 രൂപ അവർക്ക് കൊടുത്തു. എൻ്റെ സൈസിന്, അതേപോലെ ഏത് കളർ വേണം, അവർ കുറേ ടോപ്പും കാര്യങ്ങളും അവരുടെ കയ്യിലുള്ള ഒരുപാട് ഡിസൈൻസൊക്കെ അയച്ചു തന്നു. അപ്പോൾ അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാനത് സെലക്ട് ചെയ്ത് തിരിച്ചു അയച്ചു. അങ്ങനെ ഞാൻ 250 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറയാണ് ഷിപ്പിംഗ് ചാർജായിട്ട് 150 രൂപയും കൂടെ അടയ്ക്കണം എന്ന് പറയണം. അപ്പം ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, ആദ്യമേ ഇതൊക്കെ പറയത്തില്ലേന്ന് ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു
മേഡം എന്നാൽ 2 ചുരിദാറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ 250, 250, 500 വരുമല്ലോ. പക്ഷേ ഇത് 450 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇവർ എന്താ ഇപ്പം ഷിപ്പിംഗ് ചാർജ് ഇല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 ചുരിദാറിൻ്റെ ഇതാണല്ലോ, അപ്പം ഓഫറിൽ കുറവാന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അപ്പം ഞാൻ 2നും കൂടെ ഉള്ള ഇത് കൊടുത്തു. 2നും കൂടെ ഓർഡർ കൊടുത്തു. അപ്പം ഞാൻ 2 ചുരിദാർ കൊടുത്തിട്ട് 250 രൂപ ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു 200 രൂപയും കൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ മൊത്തം ഞാൻ 450 രൂപ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 3 ഓർഡർ കൺഫേം ആയിട്ടുണ്ട്. 3 ദിവസത്തിനകം ഡെലിവറി അഡ്രസ്സിൽ വന്നോളൂ എന്ന് പറഞ്ഞ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. 3 ദിവസമായി, 4 ദിവസമായി. 4ാമത്തെ ദിവസം ഞാൻ അവർക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചു, ഡെലിവറി വന്നിട്ടില്ല, എൻ്റെ ഡെലിവറി എവിടെ, ഡെലിവറി ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾ അറൈവിങ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്ന് എനിക്ക് അയച്ചു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ അവരോട് ഓർഡറിൻ്റെ ഷിപ്പിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങൾ ഒക്കെ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. പക്ഷെ അവർ എനിക്ക് മെസ്സേജിന് റിപ്ലൈ തന്നില്ല. അന്നേരം പിന്നെയും 2 ദിവസം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യേ, ഇപ്പം എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ദേഷ്യം വന്നു. ഞാനും പറഞ്ഞു, എനിക്ക് സമയമില്ല, നിങ്ങൾ എൻ്റെ ഓർഡർ എന്തായാലും ഞാൻ പൈസ തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒരു യൂട്യൂബറാണ്, നിങ്ങൾക്കെതിരെ വീഡിയോസും കാര്യങ്ങളും ചെയ്യും, അതേപോലെ തന്നെ കംപ്ലയിൻറ്റും ഫയൽ ചെയ്യുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പം അവരാണെങ്കിൽ അത് എനിക്ക് അന്നേരം റിപ്ലൈ തന്നില്ല. പിറ്റേ ദിവസം അവരെന്നോട് പറഞ്ഞു, മാഡം സോറി, നിങ്ങളുടെ ഡെലിവറി അടുത്ത ശനിയാഴ്ചത്തേക്കിനേ ആവത്തുള്ളൂ, അവിടുത്തെ ഡെലിവറി ബോയുടെ ഒരു പ്രശ്നം കാരണമാണ് വരാത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചിലപ്പോൾ സത്യമായിരിക്കും എന്ന് ഓർത്തു. പിന്നെയും ഒരു 2 ആഴ്ചയും കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ പിന്നീട് അവരോട് ചോദിച്ചു കഴിഞ്ഞിട്ട് അവരൊന്നും റിപ്ലൈ തന്നില്ല. ഞാൻ എന്നിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞു നോക്കി, ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു നോക്കി. അപ്പം റിപ്ലൈയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം എനിക്ക് ആ ഒരു ഐഡിയ ഒന്നും കൂടെ എടുത്ത് നോക്കണമെന്ന് തോന്നി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേനും അവർ ഇടയ്ക്കിടയ്ക്കെല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ഡ്രസ്സുകളുടെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും വില പറഞ്ഞേക്കുന്നത് 250 രൂപയാണ്. ഇവർ ഈ മലയാളത്തിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റിദ്ധരിക്കും ഇവിടെ എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ ഉള്ളവരായിരിക്കും ഇങ്ങനെ അങ്ങനെയുള്ളൊരു ഷോപ്പായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇവർ മലയാളത്തിൽ വീഡിയോസ് ചെയ്തിട്ട് കേരളത്തിലുള്ളവരെ ഒന്ന് കേരളത്തിലുള്ളവരുമായിട്ടൊന്ന് സെയിൽ ഇതാക്കുക എന്നോ മാത്രമേ ഇവർക്കുള്ളൂ. ഇവർ അതും 250 രൂപയ്ക്ക് ഒരിക്കലും കിട്ടാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള കുർത്തീസാണ് ഇവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പം ഇപ്പം മഹാരാഷ്ട്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തിപ്പോൾ മഹാരാഷ്ട്ര, രാജസ്ഥാനിലൊക്കെ അവർ നേരിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഇത്രയും റേറ്റൊക്കെ കുറവെന്ന് ഓർത്തു. അപ്പോൾ അത് സത്യമായിരിക്കും എന്ന് ഓർത്തിട്ടാണ് ആദ്യം ഞാൻ 250 രൂപയല്ലേ ഒരു ഓർഡർ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇവർ ഈ ഡെലിവറി ചാർജിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഒന്നും കൂടെ ഓർഡർ ചെയ്യേണ്ടി വന്നത്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേനും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ അവരുടെ വീണ്ടും ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പം അതിന് താഴെ പിന്നീട് ഒരുപാട് കമൻസ് ഞാൻ കണ്ടു. ഒരു 100-500ഓളം കമൻസ് പല വീഡിയോയുടെയും താഴെയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഫേക്കാണ്, നിങ്ങൾ ഒരിക്കലും ഇത് മേടിക്കരുത്, പൈസ പോവും, പൈസ തിരിച്ച് കിട്ടത്തില്ല, ഓർഡർ എടുത്തിട്ട് പറ്റിച്ചു, അത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, അല്ലാതെ നമ്മൾ പൈസ അടച്ചാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പം അതേപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ പൈസ മുൻകൂർ അടച്ചിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളവരല്ലേ. അപ്പോൾ എനിക്കും അങ്ങനെ തോന്നിയില്ല, ഞാനിതുവരെ അങ്ങനെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പറ്റിയത്. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ഇൻസ്റ്റാഗ്രാമിൽ ശാസ്ത എന്നാണ് അവരുടെ ആ ഒരു ഐഡിയുടെ പേര്. അതിൽ അവർ ഒരുപാട് റീൽസ് ഇടുന്നുണ്ട് 250 രൂപയ്ക്ക് തന്നെ. പിന്നീട് ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ ഞാൻ 250 രൂപ എന്ന് കണ്ട ആ ഒരു ഡ്രസ്സ് തന്നെ 1000 സംതിങ് രൂപയ്ക്ക് അവർ ഇട്ടിട്ടുള്ളത് ഞാൻ കണ്ടു. അപ്പം എന്നെപ്പോലെ ആ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 250 രൂപ 1000 സംതിങ് രൂപയ്ക്കും ആ ഒരു ഡ്രസ്സ് വാങ്ങിക്കാം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവർ ഒരാൾക്ക് പോലും ഇപ്പം ഒരു 100 പേരുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്ത് ഒരു 50 പേർക്ക് ഡ്രസ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ വേണ്ടില്ല, ഇവർ ആ 100 പേരുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്ത് അവരുടെ പൈസയും മേടിച്ചിട്ട് ആ 100 പേർക്ക് ഇവർ ഡ്രസ്സ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള കാര്യം. അപ്പം അത്രയും കമൻസിൽ നിന്ന് എനിക്ക് ആർക്കും ഇതുവരെയും ഡ്രസ്സ് കിട്ടിയതായിട്ട് എനിക്കറിയത്തില്ല. നിങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇത് ഫേക്കാണ്. ഞാനിത് പറയാൻ കാരണം ഇതേപോലെ ആ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എല്ലാ അക്കൗണ്ടിൽ നിന്നും ഞാൻ പറയുന്നില്ല, ഇൻസ്റ്റാഗ്രാമിൽ ജെന്യുവനായിട്ട് ഡ്രസ്സ് സെയിൽ ചെയ്ത് ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. അല്ലാതെ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ എനിക്ക് പറ്റിയതുപോലെ ഇനി മുൻകൂറായിട്ട് പേ ചെയ്തുകൊണ്ട് ആരുടെയും കയ്യിൽ നിന്നും ഡ്രസ്സ് വാങ്ങിക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ പൈസ ഇങ്ങനെ പോയി. ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ ഒരുപാട് പേരിലോട്ട് ഇത് എത്തിയേനെ. കാരണം ഓൺലൈൻ വഴി ഷോപ്പ് ചെയ്യുന്നവർ ഇനി പറ്റിക്കരുത്. ഇപ്പം ഞാൻ തുച്ഛമായ പൈസ, ഇപ്പം
ഒരുപാട് പൈസ ഒന്നും അല്ല, 1000, 2000, 5000 അങ്ങനെയൊന്നും അല്ല നഷ്ടപ്പെട്ടതെങ്കിലും 200, 250 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 400 ഒക്കെ ആയിക്കോട്ടെ. പക്ഷേ ഈ ഒരു പൈസ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ നിന്നല്ല, ഒരു ദിവസം 1000 പേരെ ഇവർ പറ്റിക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപയായെന്ന് ഓർത്തോണം. അതുകൊണ്ട് ഇത് പറ്റിയിട്ട് മാത്രമായിട്ടുള്ള ഒരു സ്ഥാപനം ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെതിരെ പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവരെനിക്ക് അയച്ചതിൻ്റെ മെസ്സേജും കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.